കോഴിക്കോട് മഞ്ഞപ്പിത്തം ബാധിക്കുന്നവരുടെ എണ്ണം ഉയരുന്നു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കോഴിക്കോട് കൊമ്മേരിയിൽ 5 പേർക്ക് കൂടി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. ഇതോടെ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 47ആയി ഉയർന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ നിന്നും പരിശോധനയ്ക്ക് അയച്ച 4 സാമ്പിളുകളാണ് പോസിറ്റീവായത്. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 10 പേർ നിലവിൽ ആശുപത്രി വിട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവർ ചികിത്സയിൽ തുടരുകയാണ്. കൊമ്മേരിയിൽ രോഗപരിശോധനയ്ക്കായി മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ നടത്തിയിരുന്നു. ഇതിൽ നിന്നും പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളിൽ 4 എണ്ണമാണ് പോസിറ്റീവായത്. അതേസമയം പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനം തുടരുന്നതായി കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. മലിനമായ വെള്ളത്തിലൂടെ പടരുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് മഞ്ഞപ്പിത്തത്തിന്റെ പ്രധാന കാരണം. ടൈഫോയിഡ്, മലേറിയ തുടങ്ങിയ അണുബാധകളും മഞ്ഞപ്പിത്തത്തിന് കാരണമാകും. അതേസമയം മഞ്ഞപ്പിത്തം പടരുന്നതിൽ കൊമ്മേരി ജനകീയ സമിതിയെ പഴിചാരി കോർപ്പറേഷൻ രംഗത്തെത്തി. മഞ്ഞപ്പിത്ത ബാധയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്ന പ്രാദേശിക കുടിവെള്ള പദ്ധതിയുടെ ചുമതല ജനകീയ സമിതിക്കാണെന്നാണ് കോർപ്പറേഷന്റെ നിലപാട്. ജലസ്രോതസ് ശുചീകരിക്കാൻ ആവശ്യമായ സഹായം നൽകിയിട്ടും ഇതിൽ വീഴ്ച വരുത്തിയെന്നാണ് ആരോപണം. പ്രദേശത്തെ 4 കിണറുകളിൽ നിന്നുള്ള വെള്ളം ടാങ്കിലേക്ക് എത്തിച്ച് 265 കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള പദ്ധതിയുടെ നടത്തിപ്പ് വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ള ജനകീയ സമിതിക്കായിരുന്നു. 2 കിണറുകളും ടാങ്കും വൃത്തിയാക്കിയിട്ട് വർഷങ്ങളായി. ഈ സാഹചര്യത്തിലാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെയുള്ള കോർപ്പറേഷന്റെ വിമർശനം. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കുടിവെള്ള സ്രോതസ്സുകൾ ശുദ്ധീകരിക്കാൻ കോർപ്പറേഷൻ ജനകീയ സമിതിക്ക് സാധന സാമഗ്രികൾ നൽകിയിരുന്നു. ശുചീകരിച്ചുവെന്ന റിപ്പോർട്ട് ലഭിച്ചെങ്കിലും ഇക്കാര്യത്തിൽ പരിശോധനയൊന്നും ഉണ്ടായില്ല. എന്തായാലും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ പ്രദേശത്ത് മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനാണ് കോർപ്പറേഷന്റെ തീരുമാനം.